ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന മോഡൽ ഇതാണ്. അതായത് ഒരു ബോട്ട് ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന ആകെ സമയം തന്നാൽ, അതായത് ഒരു ബോട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ താഴോട്ട് പോയതിനു ശേഷം തിരിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ വന്നാൽ, അതല്ലെങ്കിൽ മുകളിലോട്ട് പോയതിനു ശേഷം പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്താനെടുക്കുന്ന ടോട്ടൽ ടൈം തന്നാൽ, ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് x² - y² ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു ടോട്ടൽ ടൈം. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ബോട്ട് ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന ടോട്ടൽ ടൈം തന്നാൽ ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് x² - y² ഡിവൈഡഡ് ബൈ 2x ഇൻറ്റു ടോട്ടൽ ടൈം. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോട്ടിൻ്റെ നിശ്ചല ജലത്തിലെ വേഗതയെയാണ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. വൈ എന്ന് പറയുന്നത് ആ ഒഴുക്കിൻ്റെ വേഗതയെയാണ് വൈ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ടോട്ടൽ ടൈം, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ ടൈം അവിടെ യൂണിറ്റ് കൺവേർഷന് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തന്നിരിക്കുന്ന സ്പീഡെല്ലാം km/hലാണ് തരുന്നതെങ്കിൽ ഇവിടെ സമയം മണിക്കൂറിൽ തന്നെ വേണം എഴുതാൻ. അതല്ല, ചോദ്യത്തിൽ മിനിറ്റിലാണ് സമയം പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏതായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A man can row at 5 km/h in still water if the river is running at 1 km/h. It takes 75 minutes to row a place and back. How far is the place? അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എ മാൻ ക്യാൻ റോ അറ്റ് 5 km/h ഇൻ സ്റ്റിൽ വാട്ടർ. ഒരാൾ നിശ്ചല ജലത്തിൽ ഒരാളുടെ വേഗത എന്ന് പറയുന്നത് 5 km/h ആണ്. അപ്പോൾ നിശ്ചല ജലത്തിൽ ഒരു വസ്തുവിൻ്റെ വേഗത, അതൊരാളാവട്ടെ ബോട്ടാകട്ടെ തോണിയാവട്ടെ, ഒരു വസ്തുവിൻ്റെ നിശ്ചല ജലത്തിലെ ഒരു വസ്തുവിൻ്റെ വേഗതയെ നമ്മൾ എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നു. അതിനാൽ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് 5 km/h എന്നാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു ഇഫ് ദ റിവർ ഈസ് റണ്ണിങ് അറ്റ് 1 km/h. ഒഴുക്കിൻ്റെ വേഗത തന്നിരിക്കുന്നു. ഒഴുക്കിൻ്റെ വേഗത 1 km/h. നമുക്കറിയാം ഒഴുക്കിൻ്റെ വേഗത നമ്മൾ y കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് എന്ത് പറഞ്ഞു? ഇറ്റ് ടേക്സ് 75 minutes ടു റോ എ പ്ലേസ് ആൻഡ് ബാക്ക്. അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ പോയി തിരിച്ചു വരാൻ ആകെ 75 മിനിറ്റ് സമയമെടുക്കുന്നു. അപ്പോൾ ഒരു സ്ഥലം വരെ പോയി തിരിച്ച് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേരാൻ എടുക്കുന്ന സമയമാണ് 75 മിനിറ്റ്. അപ്പോൾ ടൈം നമുക്ക് തന്നിരിക്കുന്നു, ടോട്ടൽ ടൈം തന്നിരിക്കുന്നു 75 minutes. ഇനി എന്ത് കാണണം? ഹൗ ഫാർ ഈസ് ദ പ്ലേസ്? അദ്ദേഹം പോയ ആ സ്ഥലത്തേക്കുള്ള ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരാനെടുത്ത ടോട്ടൽ ടൈം തന്നാൽ ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് x² - y² ഡിവൈഡ് ബൈ 2x ഇൻറ്റു ടോട്ടൽ ടൈം. അപ്പോൾ നമുക്ക് ആ സമവാക്യത്തിൽ ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇതാണ്. x² - y². എക്സ് നമുക്കറിയാം, ഇവിടെ എക്സ് എന്നത് 5 ആണ്. എത്രയാണ് 5ൻ്റെ സ്ക്വയർ? 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 5, അതെത്രയാണ്? 25. പിന്നെ മൈനസ് y². y എന്ന് പറഞ്ഞാൽ 1, 1ൻ്റെ സ്ക്വയർ 1 തന്നെ, ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? 2x. 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 ആണ്, ഇൻറ്റു ടോട്ടൽ ടൈം. ടോട്ടൽ ടൈമോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം km/h ഒക്കെ കണ്ടില്ലേ, എല്ലാം മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ടൈം മിനിറ്റിലാണ്. അതുകൊണ്ട് സമയത്തെ നമുക്ക് മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ സമയം 75 മിനിറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മിനിറ്റാണ്, എന്നാൽ ഇതൊക്കെ മണിക്കൂർ ആയതുകൊണ്ട് തന്നെ ഈ മിനിറ്റിനെ നമ്മൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നേരെ മറിച്ച് ഇവിടെ 75 മണിക്കൂർ എന്നാണെങ്കിൽ ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, മിനിറ്റ് ആയതുകൊണ്ട്
ഇതേ യൂണിറ്റിലേക്ക് ഒരേ യൂണിറ്റ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, നമുക്കിനി ചെറുതാക്കാം. ഇവിടെ 25 നിന്ന് 1 പോയാൽ 24 ഡിവൈഡഡ് ബൈ 2 ഗുണിക്കണം 5 നമുക്ക് അതുപോലെ തന്നെ എഴുതാം ഇൻറ്റു 75 ഡിവൈഡ് ബൈ 60. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വെട്ടാം 24/2. 24/2 എന്ന് പറഞ്ഞാൽ 24ൻ്റെ പകുതി എന്നർത്ഥം. അപ്പോൾ ഇവിടെ 24ഉം 2ഉം വെട്ടി. ഓക്കെ, അപ്പോൾ 24ഉം 2ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 12 എന്ന് കിട്ടും അല്ലേ. 24ൻ്റെ പകുതിയാണ് 12. അപ്പോൾ 12 ആ വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം 12ഉം 60ഉം വെട്ടാൻ പ്രയാസമാണെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി. 60 എന്ന് നമുക്കറിയാം 6 ഗുണിക്കണം 10 60. അതുകൊണ്ട് ഇവിടെ 6 എടുക്കാം. 6ൻ്റെ ഗുണിതമാണല്ലോ 12. അതുകൊണ്ട് 6ഉം 12ഉം വെട്ടാം. ഇവിടെ വെട്ടുമ്പോൾ ഇവിടെ 10 ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ 6ഉം 12ഉം വെട്ടാം. 6നോട് എത്ര ഗുണിച്ചാൽ 12 കിട്ടും? 2 6 12. അപ്പോൾ 2 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് ഇവിടെ 2 എഴുതി. ഓക്കെ, ഇനി നമുക്ക് താഴെ 25 ഉണ്ട്, ഇവിടെ 75 ഉണ്ട്. നമുക്കിവിടെ ഈ 5ഉം 75ഉം വെട്ടാൻ പറ്റും. ഇവിടെ നോക്കാം, പിന്നെ 7ൽ എത്ര 5 ഉണ്ട്? അതെ, 7ൽ ഒരു 5 5, ബാക്കി 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 25 എന്ന് വായിക്കും. 7ൽ ഒരു 5 5, ബാക്കി 7ന്ന് 5 പോയ 2. അപ്പോൾ നമുക്കിവിടെ 25 എന്ന് വായിക്കാം. 25ൽ എത്ര 5 ഉണ്ട്? 25ൽ എത്ര 5 ഉണ്ട്? 5 5 25. അപ്പോൾ നമുക്കിവിടെ കിട്ടും 2 ഗുണിക്കണം 15 30 കിട്ടും. 30ൽ താഴെ ഒരു 0 ഉണ്ട്, ആ 0 വെട്ടിക്കഴിഞ്ഞാൽ ആൻസർ 3 എന്ന് കിട്ടും. ആൻസർ ഇവിടെ ചോദിച്ചത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ കിലോമീറ്ററിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ആൻസർ 3 കിലോമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. എ മാൻ ക്യാൻ റോ അറ്റ് 5 km/h ഇൻ സ്റ്റിൽ വാട്ടർ if the velocity of current is 1 km/h and it takes 1 hour to row to a place and come back, how far is the place? അപ്പോൾ നേരത്തെ തന്ന അതേ ചോദ്യം തന്നെയാണ്, പക്ഷെ ഇവിടെ ടൈമിൽ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിന് മിനിറ്റാണ്, പക്ഷെ ഇവിടെ അവറിലാണ് സമയം പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം. ഒന്ന് ചെയ്തു നോക്കാം. എ മാൻ ക്യാൻ റോ അറ്റ് 5 km/h ഇൻ സ്റ്റിൽ വാട്ടർ. നിശ്ചല ജലത്തിൽ ഒരാളുടെ വേഗത മണിക്കൂറിൽ 5 കിലോമീറ്റർ. അപ്പോൾ നമുക്കറിയാം നിശ്ചല ജലത്തിലെ വേഗതയെ നമ്മൾ എക്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് 5 km/h എന്ന് കിട്ടും. 5 km/h എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് കറണ്ട് ഈസ് 1 km/h. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗത മണിക്കൂറിൽ 1 കിലോമീറ്റർ. ഒഴുക്കിൻ്റെ വേഗതയെ y കൊണ്ട് സൂചിപ്പിക്കുന്നു. അത് 1 km/h എന്നും കിട്ടി. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇതാണ്. It takes him 1 hour to row to a place and come back. ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരാൻ അദ്ദേഹത്തിന് 1 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. ടോട്ടൽ ടൈം 1 hour. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ ഫാർ ഈസ് ദ പ്ലേസ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരെയാണ് അയാൾ യാത്ര ചെയ്തത്, എത്ര ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒഴുക്കുള്ള ഒരു വെള്ളത്തിൽ ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന ടോട്ടൽ ടൈം തന്നു കഴിഞ്ഞാൽ ആ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് x² - y² / 2x ഇൻറ്റു ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ സമവാക്യത്തിൽ അപ്ലൈ ചെയ്യാം. x², ഇവിടെ x തന്നിട്ടുണ്ട് 5, 5ൻ്റെ സ്ക്വയർ 25 മൈനസ് y² y എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് ചെയ്യാം. 25 നിന്ന് 1 പോയാൽ 24 ഡിവൈഡഡ് ബൈ 2x. 2 ഇൻറ്റു x എന്ന് പറഞ്ഞാൽ ഇവിടെ 5. ഇനി ഇൻറ്റു ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ 1 hour ആണ്. അപ്പോൾ ഇവിടെ 1 എഴുതിയാൽ മതി. എന്തുകൊണ്ട് ഇവിടെ 1/60 എഴുതിയില്ല? ഇവിടെ
ചോദ്യം ഇവിടെ എക്സ് എന്ന് പറയുന്നത് 5 km/h മണിക്കൂറിൽ, ഇവിടെ 1 km/h മണിക്കൂറിൽ, ഇവിടെ സമയം മണിക്കൂറിൽ. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് മാറ്റേണ്ടതില്ല. നേരെ മറിച്ച് നേരത്തെ ചോദ്യം 75 മിനിറ്റ് എന്നും ഇവിടുത്തെ സമയമൊക്കെ അവർ എന്നായിരുന്നു, അതുകൊണ്ടാണ് അവിടെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെട്ടാം. 24/2 എന്ന് പറഞ്ഞാൽ 24ന്റെ പകുതി, 24ന്റെ പകുതി 12. അപ്പോൾ മുകളിൽ 12 എഴുതി, ഇവിടെ നമുക്ക് 12 ഒന്നും ഗുണിച്ചാൽ 12 കിട്ടും. അപ്പോൾ 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 12ൽ എത്ര 5 ഉണ്ട്? നമുക്കറിയാം 2 5 10 അല്ലേ, 2 5 10. ഓക്കെ, 12ന്ന് 10 പോയാൽ 2. ഓക്കെ, ഇനി നമുക്കിവിടെ അടുത്ത സംഖ്യ നമ്പർ ഇറക്കി എഴുതണം. അടുത്ത നമ്പർ ഇറക്കി എഴുതാൻ ഇവിടെ വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മളൊരു 0 കൊടുക്കും. അത് ഇവിടെ 0 കൊടുക്കും. അന്നേരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് നൽകും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യ ഇറക്കി എഴുതാൻ ഇല്ലെങ്കിൽ നമ്മളൊരു പോയിന്റ് കൊടുക്കും. അങ്ങനെ പോയിന്റ് കൊടുക്കുമ്പോൾ താഴെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇനി നോക്കാം, 20ൽ എത്ര 5 ഉണ്ട്? നമുക്കറിയാം 4. അപ്പോൾ 4 5 20. 20 നിന്ന് 20 പോയാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ കിട്ടി 2.5. എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്? 2.5 എന്ന് പറഞ്ഞാൽ ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 യൂണിറ്റ് കിലോമീറ്റർ ആയതുകൊണ്ട് കിലോമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എ ബോട്ട് ട്രാവൽസ് അപ്സ്ട്രീം ഫ്രം ബി ടു എ ആൻഡ് ഡൗൺ സ്ട്രീം ഫ്രം എ ടു ബി ഇൻ 3 hours. ഇഫ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഇസ് 9 km/h and the speed of the current is 3 km/h, the distance between A and B is. അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നു, ഒരു എ ബോട്ട് ട്രാവൽസ് അപ്സ്ട്രീം ഫ്രം ബി ടു എ. അപ്പോൾ ഒരു ബോട്ട് ബിയിൽ നിന്ന് എയിലോട്ട് മുകളിലോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്സ്ട്രീം ആണ്, മുകളിലോട്ട്, ഒഴുക്കിന് എതിരെയാണ് സഞ്ചരിക്കുന്നത്. ആൻഡ് ഡൗൺ സ്ട്രീം ഫ്രം എ ടു ബി, പിന്നീട് അവിടെ നിന്ന് താഴോട്ട് ബിയിലോട്ട് തന്നെ സഞ്ചരിക്കുന്നു. അതിനെടുക്കുന്ന ടോട്ടൽ സമയം പറഞ്ഞിരിക്കുന്നു ഇൻ 3 hours. അപ്പോൾ ടോട്ടൽ ടൈം തന്നിരിക്കുന്നു 3 hours. അപ്പോൾ ഒരു ബോട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരാനെടുത്ത ടോട്ടൽ ടൈം തന്നിരിക്കുന്നു 3 മണിക്കൂർ. പിന്നീട് പറഞ്ഞിരിക്കുന്നു ഇഫ് ദ സ്പീഡ് ഓഫ് ദി ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 9 km/h. നിശ്ചല ജലത്തിലെ ആ ബോട്ടിന്റെ വേഗത 9 km/h ആണ്. അപ്പോൾ നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗതയെ എക്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് 9 km/h എന്ന് തന്നിരിക്കുന്നു. ഇനി ചോദ്യം ബാക്കി പറഞ്ഞിരിക്കുന്നു ആൻഡ് ദി സ്പീഡ് ഓഫ് ദി കറണ്ട് ഈസ് 3 km/h. ആ ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 3 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒഴുക്കിന്റെ വേഗതയെ y കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് 3 km/h എന്ന് തന്നിരിക്കുന്നു. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്. അങ്ങനെയാണെങ്കിൽ ആ എയും ബിയും തമ്മിലുള്ള അകലം ആണ് ചോദിച്ചിരിക്കുന്നത്. ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലം വരെ പോയി, ഒരു ബോട്ട് ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരാനെടുക്കുന്ന ടോട്ടൽ ടൈം തന്നാൽ ആ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം കാണാനുള്ള ഇക്വേഷനാണ് x² - y² / 2x ഇൻറ്റു ടോട്ടൽ ടൈം. അപ്പോൾ നമുക്കതിൽ ചെയ്ത് നോക്കാം. ഇവിടെ x എന്ന് പറയുന്നത് 9 ആണ്. 9ന്റെ സ്ക്വയർ, 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9നെ 2 തവണ ഗുണിക്കണമെന്നർത്ഥം. അപ്പോൾ 9 ഗുണിച്ച് കഴിഞ്ഞാൽ 81. പിന്നെ മൈനസ് y², y എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. 3ന്റെ സ്ക്വയർ, 3 ഗുണിക്കണം 3 9 ഡിവൈഡഡ് ബൈ താഴെ 2x, 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 9 ഇൻറ്റു ടോട്ടൽ ടൈം 3 hours. ശ്രദ്ധിക്കണം, ഇവിടെ മണിക്കൂറാണ്, ഇത് മണിക്കൂറാണ്, ഇത് മണിക്കൂറാണ്. അതുകൊണ്ട് ഇതിനെ ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് ഇവിടെ 3 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഇവിടെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ മണിക്കൂർ ആയതുകൊണ്ട് പ്രശ്നമില്ല, അവിടെ 3 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുതാക്കാം. ഇവിടെ 81 9 കുറച്ച് കഴിഞ്ഞാൽ 72 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം 72 9ന്റെ ഗുണിതമാണ് 72. അതുകൊണ്ട് നമുക്ക് 72നെ 72ഉം 9ഉം വെട്ടാം അല്ലേ. 9നോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് 72 കിട്ടുന്നത്? അതെ, 8 ഇൻറ്റു 9 72 ആണ് അല്ലേ. 8 9 72. ആ 8 എവിടെയാണ് എഴുതേണ്ടത്?
വലിയ സംഖ്യയുടെ സ്ഥാനത്ത് ഇവിടെ 9നേക്കാൾ വലുത് 72 ആയത് അതുകൊണ്ട് 8 ഇവിടെ എഴുതണം. 8 9 72. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ താഴെ 2 ഉണ്ട്, മുകളിൽ 8 ഉണ്ട്. നമുക്കറിയാം 8ന്റെ ഗുണിതം 2ന്റെ ഗുണിതമാണ് 8. അതുകൊണ്ട് തന്നെ ഈ 2ഉം 8ഉം വെട്ടാം. അപ്പോൾ 2നോട് എത്ര ഗുണിച്ചാലാണ് 8 കിട്ടുന്നത്? അല്ലെങ്കിൽ 8/2 8ന്റെ പകുതി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ 8ന്റെ പകുതി 4. അപ്പോൾ നമുക്കിവിടെ ഇതെല്ലാം വെട്ടിക്കളഞ്ഞു. വെട്ടാത്തൊരു സംഖ്യ ഇവിടെ 4ഉം ഇവിടെ 3ഉം എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 3 12. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ഇവിടെ കിലോമീറ്റർ. അപ്പോൾ ആൻസർ 12 കിലോമീറ്റർ എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓക്കെ.